മോർണിംഗ് പ്രിട്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇതാ ചിയർ അപ്പ് ഫോർ റിവിഷൻ ആണ് അല്ലെ. റിവിഷന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. മോഡൽ എക്സാം ഇതാ വരികയാണ്. അപ്പൊ ബയോളജിയിലെ നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാത്ത് ട്രാവേഴ്സ് ബൈ ലൈഫിലെ ഏറ്റവും ടോപ്പ് ലെവൽ A+ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ അധികം ഒന്നും റിവൈസ് ചെയ്തിട്ടില്ല. നിങ്ങൾ അവസാനമായിട്ട് പഠിച്ച ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള ഐഡിയ പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും ഓരോ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയാണ്, അതിന് എങ്ങനെ ആൻസർ ചെയ്ത് A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് നേടിയെടുക്കാവുന്ന എങ്ങനെയാണെന്ന് മിസ് പറഞ്ഞുതരാം. സോ വേഗം തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം പാത്ത് ട്രാവേഴ്സ് ബൈ ലൈഫ് നല്ല രീതിയിൽ വെയിറ്റേജ് വരുന്നത് തന്നെയാണ്. അപ്പൊ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാ മക്കളും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക. അത് മാത്രമല്ല, നമുക്കൊരു ചോദ്യത്തിന്റെ ക്വസ്റ്റ്യൻ മിസ് തരും. ലാസ്റ്റ് അതിന്റെ ആൻസറും എന്ത് ചെയ്യണം, ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കുകയും വേണം. സോ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Complete the following statement that dash argue that life originated in some other planet in the universe accidentally reached the earth. പ്രസ്താവന പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രപഞ്ചത്തിലെ ഇത്തര ഗോളങ്ങളിൽ എവിടെയോ ജീവൻ ഉത്ഭവിച്ച് ആകസ്മികമായി ഭൂമിയിൽ എത്തിയതാകാം എന്ന വാദഗതി ഇതിനെ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ തിയറിയെ നമ്മൾ പറയുന്നതാണെന്ത്, പാൻസ്പെർമിയ തിയറി. എന്താ പറയാ, പാൻസ്പെർമിയ തിയറി എന്നാണ് നമ്മൾ പറയുന്നത്. പാൻസ്പെർമിയ സിദ്ധാന്തം. ഓക്കെ, ഇത് 1 മാർക്കിനൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ നോട്ട് ചെയ്ത് തന്നെ വെക്കുക. മറ്റേതോ പ്ലാനറ്റിൽ ജീവൻ ഉണ്ടായി, എന്നിട്ട് അത് മീറ്റിയോസ് ഒക്കെ വഴി നമ്മുടെ ഭൂമിയിൽ എത്തുകയും അങ്ങനെയാണ് ജീവൻ വന്നത് എന്ന് പറയുന്ന തിയറിയാണിത്, പാൻസ്പെർമിയ തിയറി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ കറക്റ്റ് ആൻസർ. നെയിം ദ പ്രൊപ്പോണൻസ് ഓഫ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ്. രാസപരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ ആരാണെന്നാണ് ചോദ്യം. അതിൽ ഉപജ്ഞാതാക്കൾ ആരാണ്? നമുക്കറിയാം, കെമിക്കൽ എവല്യൂഷൻ തിയറി എന്ന് പറഞ്ഞാൽ അത് ഒപ്പാരൻ ആൻഡ് ഹാൽഡേന്റെ തിയറിയാണ് അല്ലെ. ഒപ്പാരനും ഹാൽഡേനും ചേർന്ന് കൊണ്ടുവന്ന തിയറിയാണ്. അതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പാണ് ആര് കൊണ്ടുവന്നത്? യുറേ ആൻഡ് മില്ലർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഹൗ വാസ് ദ അറ്റ്മോസ്ഫിയർ ഓഫ് പ്രിമിറ്റീവ് എർത്ത് ആസ് പെർ കെമിക്കൽ എവല്യൂഷൻ തിയറി. രാസപരിണാമ സിദ്ധാന്ത പ്രകാരം നമ്മുടെ പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ ആദിമ ഭൂമിയിലെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു? അപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ട് അവിടുത്തെ ഗ്യാസസിനെ പറ്റിയിട്ട്. പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്ന ഗ്യാസസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേൻ, അമോണിയ, വാട്ടർ വേപ്പർ അല്ലെ. അമോണിയ, മീത്തേനും അതുപോലെ തന്നെ നീരാവിയൊക്കെ ആയിരുന്നു എന്ത്, നമ്മുടെ ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഗ്യാസസ് അല്ലെങ്കിൽ വാതകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഷുവർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പല തവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. പ്രിമിറ്റീവ് എർത്തിലെ ഗ്യാസസ് അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു എന്ന്. ചിലപ്പം ഇതുപോലെ തന്നെ മാറി ക്വസ്റ്റ്യൻ വരാവുന്ന അവിടെ ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ അവിടുത്തെ എനർജി എങ്ങനെയായിരുന്നു, എവിടെ നിന്നാണ് എനർജി കിട്ടിയിരുന്നത്, അത് നിങ്ങൾക്ക് എങ്ങനെ പറയാം? തണ്ടറും അതുപോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻസും തണ്ടർ ലൈറ്റനിങ്, മിന്നലൊക്കെ വഴിയായിരുന്നു ഈ വരുന്ന റേഡിയേഷൻസ് എനർജീസ് കിട്ടിക്കൊണ്ടിരുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ഇനി കംപ്ലീറ്റ് ദ ജിയോളജിക്കൽ ടൈം സ്കെയിൽ. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ജിയോളജിക്കൽ ടൈം സ്കെയിൽ ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു ചോദ്യം വരുമെന്ന്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളതുണ്ട്. എങ്ങനെയാണ് പ്രോകാരിയോട്സ് എപ്പം വന്നു, യൂകാരിയോട്സ് എപ്പോൾ ഒറിജിനേറ്റ് ആയി, പ്രിമിറ്റീവ് സെൽ എപ്പോൾ ഒറിജിനേറ്റ് ആയി എന്നുള്ളത്. ഇത് പ്രോപ്പർ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ടാബുലേറ്റ് ചെയ്യാൻ പഠിക്കേണ്ടതാണ്. സോ ഫസ്റ്റ് വൺ എന്താണ്? ഒറിജിൻ ഓഫ് ലൈഫ്. ഭൂമിയില് ജീവന്റെ ഉൽപ്പത്തി ഉണ്ടായത് 3800 മില്യൺ ഇയേഴ്സ് ഒക്കെയാണ്. അടുത്ത് കൊടുത്തിട്ടുള്ളത് എന്താണ്? പ്രോകാരിയോട്സ് ആണ്. ഒറിജിനൽ പ്രോകാരിയോട്സ് 3500 മില്യൺ ഇയേഴ്സ് ഒക്കെയാണ്. 3500 ദശലക്ഷം വർഷം മുന്നെയാണ്. 1500 മില്യൺ ഇയേഴ്സ് ഒക്കെ എന്താണ്? ഒറിജിൻ ഓഫ് യൂകാരിയോട്ടുകളാണ്. യൂകാരിയോട്ടുകളുടെ ഉത്ഭവമാണ് 1500 മില്യൺ ഇയേഴ്സ് എഗോ നടന്നത്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം നടന്നത് എപ്പോഴാണ്? ജസ്റ്റ് 1000 മില്യൺ ഇയേഴ്സ് എഗോ, 1000 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ് ബഹുകോശ ജീവികൾ ഉത്ഭവിച്ചത്. അപ്പം ആ ഒരു പ്ലാൻ, ഒരു ഫ്ലോ ചാർട്ട് പോലെ ഒരു ട്രീ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും തന്നെ പഠിച്ചു വെക്കാം. അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ആന്ത്രോപോയിഡ് തന്നിട്ടുണ്ട്. ഹോമിനോയിഡ് ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്. ഫിൽ 1 അപ്രോപ്രിയേറ്റ്ലി അല്ലെ. ഒന്നാമത്തേത് ഉചിതമായിട്ട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. What are the features and differentiate between group 1 and 2? ഇവിടെ തന്നിട്ടുള്ളതിൽ 1, 2 വിഭാഗങ്ങളെ വേർതിരിക്കുന്ന സവിശേഷതകൾ എന്താണ് എന്ന് എഴുതണം.
ആൻഡ് സി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് എവിഡൻസ് ഡസ് മോളിക്കുലർ ബയോളജി പ്രൊവൈഡ് ദാറ്റ് ചിമ്പാൻസി ഈസ് ദ ക്ലോസസ്റ്റ് ക്രീച്ചർ ടു ഹ്യൂമൻസ്? മനുഷ്യനോട് പരിണാമപരമായി ഏറ്റവും അടുത്ത് കിടക്കുന്നത് ചിമ്പാൻസി ആണെന്ന് തെളിയിക്കുന്ന തന്മാത്ര ജീവശാസ്ത്രം നൽകുന്ന തെളിവുകൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, 3 മാർക്കിന്റെ ചോദ്യമാണ്. 3 മാർക്കിന്റെ ചോദ്യം. അപ്പൊ ഒന്നാമത്തെ നമുക്ക് എന്താണ് ഫില്ല് ചെയ്യണം? ആന്ത്രോപോഡിന്റെ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഹൊമിനോയിഡിയും സെർക്കോപിത്തക്കോയിഡിയും അല്ലെ? സെർക്കോപിത്തക്കോയിഡിയും ഇത് 2ആണ് നമ്മൾ പഠിക്കുന്ന ഡിവിഷൻസ്. പിന്നെയോ 1, 2 വിഭാഗങ്ങൾ തമ്മിൽ വേർതിരിക്കുന്ന സവിശേഷത. സെർക്കോപിത്തക്കോയിഡ് എന്താണ്? സ്മോൾ ബ്രെയിൻ ആണ് അല്ലെ? അതുപോലെ ലോങ് ടെയിൽ നമുക്ക് കാണാം. അതേ സമയം ഹൊമിനോയിഡിയലോ ഡെവലപ്ഡ് ബ്രെയിൻ ആണ്, ഫ്രീലി മൂവബിൾ ഹാൻഡ്സ് ആണ്, വികസിച്ച മസ്തിഷ്കവും സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന കൈകാലുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ്. ഈ ഫ്ലോ ചാർട്ട്സും അതിൽ വരുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് എന്നും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ പഠിച്ചു നോക്കുക. മങ്കി മാത്രമാണ് നമ്മൾ സെർക്കോപിത്തക്കോയിഡിൽ പഠിക്കുന്നത്. അപ്പൊ ഒരിക്കലും മങ്കി എവിടെ വരില്ല, നമ്മുടെ ഒരു പൂർവികരായിട്ട് വരില്ല. രണ്ടും 2 ഗ്രൂപ്പിലാണ് വരുന്നത്. ഇനി എങ്ങനെ നമുക്ക് ചിമ്പാൻസി നമ്മളോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണെന്ന് പറയാൻ പറ്റുന്നത്? ഒന്നാമത്തേത്, ദർ ഇസ് നോ ചേഞ്ച് ഇൻ അമിനോ ആസിഡ്സ് ഇൻ ദ ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. നമ്മൾ ടേബിൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിനുകൾ തമ്മിൽ മനുഷ്യന്റെയും ചിമ്പാൻസിന്റെയും ഒരു വ്യത്യാസവും ഇല്ല. അത് ഒരേപോലെയാണ് ബീറ്റ ചെയിനുകളുടെ ആ ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മോളിക്കുലർ ബയോളജി പ്രകാരം എന്ത് പറയാം? ചിമ്പാൻസിയോട് ഏറ്റവും ക്ലോസസ് ആയിട്ട് കിടക്കുന്നതാണ് എന്താ? മനുഷ്യരുടെ എന്ന് പറയാം. സോ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ആ ടേബിൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അടുത്തത്, which theory of evolution is mentioned in the given statement? New species are formed by inheritance of sudden changes that occur in the genes. ജീനുകളില് ആകസ്മികമായി വരുന്ന മാറ്റങ്ങൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന വഴി പുതിയ ജീവജാതികൾ ഉണ്ടാവുന്നു. ഇതേത് തിയറിയാണെന്നാണ് നമ്മൾ പഠിച്ചതാണ് അല്ലെ? മ്യൂട്ടേഷൻ തിയറിയെ പറ്റിയിട്ടാണ് പറയുന്നത്. മ്യൂട്ടേഷൻ തിയറി മുന്നോട്ട് കൊണ്ടുവന്നത് ആരാണ്? ഹ്യൂഗോ ട്രീവറിസ് ആണ്. അപ്പൊ സയന്റിസ്റ്റിന്റെ പേരും നിങ്ങൾ ഓരോ തിയറി പഠിക്കുമ്പോഴും പഠിച്ചു വെക്കാം. അടുത്തത്, സ്റ്റേജസ് ഓഫ് കെമിക്കൽ എവല്യൂഷൻ ആർ ഗിവൻ ബിലോ, അറേഞ്ച് ദം ഇൻ സീക്വൻഷ്യൽ ഓർഡർ. സ്ഥിരമായിട്ട് ഓർഡർ ചോദിക്കുന്നതാണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. രാസപരിണാമ ഘട്ടങ്ങളിൽ ചുവടെ നൽകിയിരിക്കുന്ന അവയെ എന്ത് ചെയ്യണം? നിങ്ങൾ ക്രമപ്പെടുത്താനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്രമപ്പെടുത്തി ചെയ്താം. സങ്കീർണ ജൈവകണികകളുടെ രൂപപ്പെടൽ, ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ രൂപപ്പെടൽ, ലഘു ജൈവകണികളുടെ രൂപപ്പെടൽ, സമുദ്രത്തിന്റെ ഉത്ഭവം, ആദിമ കോശം, ന്യൂക്ലിക് ആസിഡുകൾ, കൊഴുപ്പാവരണം അല്ലെ? അപ്പൊ ആദ്യം നമുക്കറിയാം എന്താണ് ഇവിടെ? ഫോർമേഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ, പ്രിമിറ്റീവ് എർത്ത് ഉണ്ടാവുന്നു. ഫോർമേഷൻ ഓഫ് പ്രിമിറ്റീവ് എർത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താണ്? ഓഷ്യൻസ് ഉണ്ടാവുന്നു. അതിൽ നിന്ന് എന്താകുന്നു? സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാവുന്നു. സിമ്പിൾ ഓർഗാനിക്കിൽ നിന്ന് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് ന്യൂക്ലിക് ആസിഡും ലിപ്പിഡ് ലെയറും ഉണ്ടാവുന്നു. അവസാനം പ്രിമിറ്റീവ് സെല്ല് ഫോം ചെയ്യുന്നു. അപ്പൊ ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കുക. ആദ്യം അറ്റ്മോസ്ഫിയർ ഉണ്ടാവുന്നു, അതിൽ നിന്ന് ഓഷ്യൻസ് ഫോം ചെയ്യുന്നു. സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ആയിട്ടുള്ള മോണോസാക്രൈഡ്സും ചെറിയ ചെറിയ അമിനോ ആസിഡ്സ് ഫോം ചെയ്യുന്നു. അതിൽ നിന്ന് പ്രോട്ടീൻസും കോംപ്ലക്സ് ആയിട്ടുള്ള പോളിസാക്രൈഡ്സ് ഒക്കെ ഫോം ചെയ്യുന്നു. അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ന്യൂക്ലിക് ആസിഡും ലിപ്പിഡ് ലെയറും, പിന്നീട് പ്രിമിറ്റീവ് സെല്ല് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഓർഡർ കെമിക്കൽ എവല്യൂഷൻ തിയറിയിൽ പഠിക്കുക. ഇത് കണ്ടീഷൻസ് യൂറേ മില്ലർ എങ്ങനെയാണോ എക്സ്പെരിമെന്റിലേക്ക് കൊണ്ടുവന്നതെന്നും ഇതിനോട് തന്നെ കണക്ട് ചെയ്ത് ഇത് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാം. Then, what evidence support hypothesis given below? Life originated in some other planet in the universe, accidentally reached Earth. അതായത് ചുവടെ നൽകിയ പരികൽപ്പനയ്ക്ക് പിൻബലമേകുന്ന തെളിവ് എന്താണെന്നാണ്. പ്രപഞ്ചത്തിൽ ഇത്തരം ഗോളങ്ങളിൽ എവിടെയോ ജീവൻ ഉത്ഭവിച്ച് ആകസ്മികമായിട്ട് നമ്മുടെ ഭൂമിയിൽ എത്തിയതാണെന്ന്. ഇതിനെ പ്രൂവ് ചെയ്യുന്നത് എന്താണ്? മീട്രിയോസ് ആണ് അല്ലെ? ഓർഗാനിക് സബ്സ്റ്റൻസ് ഫൗണ്ട് ഇൻ മീട്രിയോസ്. ഉൽക്ക അവശിഷ്ടങ്ങളിൽ കണ്ടെത്തിയ ജൈവ വസ്തുക്കളാണിത് പാൻസ്പെർമിയ സിദ്ധാന്തത്തിന് തെളിവായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം തെളിവോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? പഠിക്കാം. അടുത്ത് നോക്കാം, കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആട്ടോ. ഓക്കെ, ഇത് നമ്മൾ 7ാമത്തെ ചാപ്റ്റർ വെച്ച് പഠിക്കുന്നതാണ്. അത് ഇതിനോട് കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നതാണ്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഈ ഒരു ചോദ്യം നോക്കാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓർഗാനിസം വിത്ത് വേരിയേഷൻസ്, ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. വിച്ച് തിയറി ഓഫ് എവല്യൂഷൻ ഇസ് ഇൻഡിക്കേറ്റഡ് ഹിയർ? ഇവിടെ പറയുന്ന തിയറി ഏതാണ്? അമിതോൽപാദനം നിലനിൽപ്പിനായിട്ടുള്ള സമരം നടത്തുന്നു. ഇത് ഏത് തിയറിയാണ്? യെസ്, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അല്ലെ? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തം അനുസരിച്ച് പുതിയ ജീവജാതികളുടെ ഉത്ഭവത്തിൽ വ്യതിയാനങ്ങളുടെ പ്രാധാന്യം എന്ത്? വേരിയേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഡാർവിന്റെ തിയറി അല്ലെങ്കിൽ ഡാർവിനിസം, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഇത് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് പറയുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻ ആണ് പുതിയ സ്പീഷീസിന് കാരണമാവുന്നത്. അപ്പം ആ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇങ്ങനെ ഓരോ തവണ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് നടക്കുമ്പോഴും
വേരിയേഷൻസ് ഉള്ളവർ എന്ത് ചെയ്യും, അവിടെ സസ്റ്റെയിൻ ചെയ്തു പോകും. അപ്പം ഈ വേരിയേഷൻസ് എന്ത് ചെയ്യുന്നു, അവിടെ അക്യുമുലേറ്റ് ആവുന്നു. അപ്പൊ തലമുറകളായി കൈമാറ്റം ചെയ്തു വരുന്ന അനുകൂല വ്യതിയാനങ്ങളുടെ സഞ്ചയം ജീവാതാദിയുടെ ഉത്ഭവത്തിന് കാരണമാവുന്നു. ഇങ്ങനെ വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് കാലങ്ങൾ കഴിയുമ്പോഴാണ് ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ് ഉണ്ടാവുന്നത്. അതാണ് ഡാർവിന്റെ തിയറി പറയുന്നത്. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇതിന്റെ റീസൺ ആണ് നിങ്ങളോട് ചോദിക്കുക, വേരിയേഷൻ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. അത് ഇതാണ് നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മേജർ കോൺസെപ്റ്റ് ഓഫ് തിയറി പുട്ട് ഫോർത്ത് ടു എക്സ്പ്ലെയിൻ ദ ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ ഫ്രം പ്രിമിറ്റീവ് സെൽ ടു എക്സിസ്റ്റിംഗ് ബയോഡൈവേഴ്സിറ്റി ഇസ് ഗിവൺ ബിലോ ആസ് എ ഫ്ലോ ചാർട്ട്. അപ്പം ജിറാഫ് ഷോർട്ട് നെക്ക് ഉണ്ടായിരുന്നു, ഫുഡ് സ്കേഴ്സിറ്റി വന്നു അല്ലെ, ഭക്ഷ്യ ദൗർലഭ്യം വന്നു, അവരെന്ത് ചെയ്തു, കഴുത്ത് നീട്ടി മരങ്ങളിലേക്ക് ആശ്രയിച്ചു, അങ്ങനെ ജിറാഫിന്റെ കഴുത്ത് കൂടി എന്നാണ് പറയുന്നത്. ഈ സിദ്ധാന്തം എന്ന് പറയുന്നത് ഏതാണ്, ലാമാർക്കിസം ആണ്. ഈ തിയറി കൊണ്ടുവന്നത് ആരാണ്, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കാണ്. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കാണ് അല്ലെ. ഈ തിയറിയെ നമ്മൾ പറയുന്നത് എന്താണ്, ലാമാർക്കിസം എന്നാണ്. ഇവിടെ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ച ആശയം എന്താണ് ഈ സിദ്ധാന്തം പറഞ്ഞത്, അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്നല്ലേ. അതായത് ക്യാരക്ടേഴ്സ് ഡെവലപ്ഡ് ത്രൂ ലൈഫ് ടൈം ഓഫ് ഓർഗാനിസം ആർ കോൾഡ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. ദീസ് ക്യാരക്ടേഴ്സ് അക്യുമുലേറ്റ് ത്രൂ ജനറേഷൻസ് എന്നാണ്. അതായത് ജീവികള് നമ്മുടെ ജീവിത കാലത്ത് സമയത്ത് ആർജിച്ചെടുക്കുന്ന സ്വഭാവങ്ങള് സ്വയാർജിത സ്വഭാവങ്ങൾ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ജീവിതകാലത്ത് സ്വയാർജിച്ചെടുത്ത ഈ സ്വഭാവങ്ങള് കൂടിച്ചേർന്ന് പുതിയ സ്പീഷീസുകൾ അല്ലെങ്കിൽ പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതെന്ത് ചെയ്തു, ഒരു അടുത്ത ജനറേഷനിലേക്ക് ഇത് ട്രാൻസ്ഫർ ആവാത്തതുകൊണ്ട് തന്നെ അത് തള്ളിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്തെന്ന് ആലോചിക്കാം, നമ്മൾ കാത് തുളച്ചു, കമ്മലിടാൻ വേണ്ടി കാത് തുളച്ചു എന്ന് വിചാരിച്ചു, എല്ലാ കാര്യവും എല്ലാവരും കാത് തുളച്ചു എന്ന് വിചാരിച്ചു പിന്നീട് ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഓൾറെഡി ആ ഒരു പിയേഴ്സിങ് ഉണ്ടാവണമെന്നുണ്ടോ, ഇല്ല. അതാണ് ഇവിടെ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് ഉദ്ദേശിച്ചത്. പക്ഷെ അതെന്തായി, നമ്മൾ പ്രൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതെന്ത് ചെയ്തു, തള്ളിക്കളയാണ് ചെയ്തത്. അപ്പൊ ലാമാർക്കിന്റെ തിയറി ക്വസ്റ്റ്യൻ വരുന്നതാണ്, നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. Mosquitoes are not completely destroyed even after the use of mosquito repellents. Analyze this situation based on Darwin's theory of natural selection. കൊതുക് തിരി ഉപയോഗിച്ചിട്ടും കൊതുകൾ മുഴുവൻ നശിക്കുന്നില്ല. ഈ സന്ദർഭം ഡാർവിന്റെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാനാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്, കൊതുകളുടെ കാര്യത്തില് every species produce more number of offspring than can survive on Earth. They compete with another for food, space and meat. Many variations visible in organism. Variation may be favorable or unfavorable. അല്ലെ, ഇവിടെ കൊതുക് തിരി എന്ന് പറയുന്നത് ചില കൊതുകുകൾക്ക് പ്രശ്നമുണ്ട്, ചില കൊതുകുകൾക്ക് പ്രശ്നമല്ല. അപ്പൊ അവർക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ എണ്ണ കൂടുതലും വിഭവങ്ങൾ കുറയുന്നതുമായിട്ടുള്ള സാഹചര്യത്തിൽ മത്സരം കൂടുതലായിരിക്കും. അപ്പൊ എന്തെങ്കിലും കോമ്പറ്റീഷൻ വരും. അപ്പോൾ ജീവികൾ നിരവധി വ്യതിയാനങ്ങൾ പ്രകടമാണ്. വ്യതിയാനങ്ങൾ അനുകൂലമായതോ അല്ലാത്തതോ ആകാം. നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരത്തിൽ അനുകൂല വ്യതിയാനങ്ങൾ ഉള്ളവ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഫേവറബിൾ ആയിട്ട് വേരിയേഷൻസ് വരും, അൺഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് വരും. വേരിയേഷൻസിൽ സർവൈവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ അവിടെ നിൽക്കും, അല്ലാത്തവർ നശിച്ചു പോകും. അപ്പം കൊതുക് തിരിനെ റിപ്പല് ചെയ്യാൻ കഴിവ് കിട്ടിയ കൊതുകുകൾ എന്ത് ചെയ്യും, അവിടെ സസ്റ്റെയിൻ ചെയ്യും, അല്ലാത്തവർ അവിടെ നശിച്ചു പോകുന്നു. അപ്പം വേരിയേഷൻസ് ആ കൊതുകുകളിൽ വരുന്നത് കൊണ്ടാണ് അതിനെ റെസ്പോണ്ട് ചെയ്യാൻ, റിപ്പൽ ചെയ്യാൻ കഴിവുള്ള കൊതുകുകൾ ഉണ്ടാവുന്നത്. ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഒരു അൺഫേവറബിൾ കണ്ടീഷൻ വന്നാലും സർവൈവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ജീവികൾ എന്ത് ചെയ്യും, അത് സർവൈവ് ചെയ്ത് തന്നെ പോകും. അതാണ് ഈ ഒരു തിയറി പറയുന്നത്. അപ്പൊ കണ്ടീഷൻസിൽ വരുന്നതിനെ സർവൈവ് ചെയ്ത് പോകുന്നവരെന്ത് ചെയ്യും, അവിടെ വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻസ് വന്ന് പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നു എന്നാണ് ഡാർവിന്റെ തിയറി ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ. എവിഡൻസസ് ഓഫ് എവല്യൂഷൻ, ബയോകെമിസ്ട്രി ആൻഡ് ഫിസിയോളജി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫ്ലോ ചാർട്ട് തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്ന കേട്ടോ ഇവിടെ കൊടുത്തത്. അപ്പൊ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്, നമുക്ക് നോക്കാം. യെസ്, ഓക്കെ. അപ്പൊ എവിഡൻസ് ഓഫ് എവല്യൂഷനില് എൻസൈംസ് കൺട്രോൾ കെമിക്കൽ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. എൻസൈംസ് കെമിക്കൽ റിയാക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന മാത്രമാണോ, അല്ല. എനർജി സ്റ്റോർഡ് ഇൻ ATP മോളിക്യൂൾസ് ആണ്. ബയോകെമിസ്ട്രി ഫിസിയോളജി പ്രകാരം നമുക്ക് പറയാം നമ്മുടെ ഊർജ്ജം സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്, ATP മോളിക്യൂളിലാണ്. രണ്ടാമത്തേത് ജീൻസ്. നമ്മളാണെങ്കിലും ബാക്ടീരിയയിലാണെങ്കിലും ജീൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഹെറിഡിറ്ററി ട്രൈറ്റ്, നമ്മുടെ പാരമ്പര്യം നിർണ്ണയിക്കുന്നത് നമ്മുടെ ജീനുകളാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് അല്ലെ, ഏത് പ്രോകാരിയോട്ട് എടുത്താലും യുകാരിയോട്ട് എടുത്താലും ധാനികങ്ങളും പ്രോട്ടീനുകളും കൊഴുപ്പുകളൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പദാർത്ഥങ്ങളാണ്. അപ്പൊ ഇത് നമുക്ക് ബയോകെമിസ്ട്രി ഫിസിയോളജി വഴി കണക്ട് ചെയ്ത് പറയാവുന്ന ഫീച്ചേഴ്സുകളാണ്. ഈ പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് ഫോസിൽ എവിഡൻസ് ഓഫ് എവല്യൂഷൻ ആണ് തന്നിട്ടുള്ളത്. ഫോസിൽ എവിഡൻസ്, യെസ്. അപ്പൊ ഇവിടെ നോക്ക്, എയും ബിയും ഫില്ല് ചെയ്യാനാണ് തന്നിട്ടുള്ളത്.
ഫോസിലിന്റെ എവിഡൻസ് പ്രകാരം ഒന്നെന്താണ് ഫോസിൽ എന്ന് പറഞ്ഞാൽ കണക്ടിങ് ലിങ്ക് ആണ് അല്ലെ, പല സ്പീഷീസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്കുകളാണെന്ത് ഈ ഫോസിലുകൾ എന്ന് പറയുന്നത്. അതേസമയം ഇയും ബിയും നോക്കുക, എന്താണ് ഇവിടെ വരുന്നത്, പരിണാമത്തിന്റെ ഫോസിലുകൾ തെളിയുക എന്ന് പറയുന്ന കാര്യം. ഒന്നാമത്തേത് പ്രിമിറ്റീവ് ഫോസിലിന് ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട് അല്ലെ, പുരാതന ഫോസിലുകൾക്ക് ഒരു പ്രത്യേക ലളിത ഘടന സിമ്പിൾ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ടോ റീസെന്റ് ഫോംഡ് ഫോസിൽസ് ഓഫ് കോംപ്ലക്സ് സ്ട്രക്ചർ, അടുത്ത കാലത്തുണ്ടായ ഫോസിലുകൾക്ക് സങ്കീർണ ഘടകമാണുള്ളത്. ഈ രണ്ട് സ്ട്രക്ചർ ഡിഫറൻസസ് എന്ത് ചെയ്യും, ഈ ഒരു ഫോസിൽ സ്റ്റഡിയിൽ നമുക്ക് ഓരോന്നിനെ കുറിച്ച് പഠിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ രണ്ട് പോയിന്റ്സും അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്യാം. അപ്പൊ പ്രിമിറ്റീവ് ഫോസിൽസ് ഓഫ് സിമ്പിൾ സ്ട്രക്ചർ, റീസെന്റ് ഫോംഡ് ഫോസിൽസിന് എന്താണ് അവിടെ സങ്കീർണമായ ഘടനമാണുള്ളത്. സർട്ടൻ ഫോസിൽസ് കണക്ടിങ് ലിങ്ക് ബിറ്റ്വീൻ ഡിഫറെന്റ് സ്പീഷീസ് നമ്മൾ പഠിക്കുന്നത്. ഈ പോകുന്ന പോയിന്റിൽ നിന്നും കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. ഐഡന്റിഫൈ മെമ്പർ ദ ഹിസ്റ്ററി ഓഫ് എ ഹ്യൂമൻ എവല്യൂഷൻ അല്ലെ. മോഡേൺ മൺ നമ്മൾ തന്നിട്ടുള്ള ആളെ തിരിച്ചറിയാനാണ്. മോഡേൺ മൺ ആധുനിക മനുഷ്യനാണ്. മോസ്റ്റ് പ്രിമിറ്റീവ് മെമ്പർ ഓഫ് ഹ്യൂമൻ റേസ് ആണ്. തിക് ചിൻ ലാർജ് ടീത്ത് ഹാവ് ദ എബിലിറ്റി ടു സ്റ്റാൻഡ് ഇറക്റ്റ്, നമുക്ക് കട്ടിയുള്ള കീഴ്ത്താടിയും വലിയ പല്ലുകളും നിവർന്നു നിൽക്കാനുമുള്ള കഴിവുണ്ട്. അപ്പം മനുഷ്യരുടെ ആ ഒരു പ്രിമിറ്റീവ് നമ്മൾ ഓരോന്നും പഠിക്കുന്നതാണ്. ആ ട്രീനെ വെച്ചിട്ട് ഓരോരുത്തരുടെ ഫീച്ചർ വെച്ച് ചോദിക്കാം. സ്റ്റോൺ ഏജിൽ ഉണ്ടായിരുന്നത് ആരാണ്, ആദ്യമായിട്ട് ആയുധങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ആരാണ്, ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയ ഫോസിൽസുകൾ ഉള്ളത് ആരാണ്, അങ്ങനെ കണക്ട് ചെയ്ത് ഹിൻസ് തന്നിട്ട് ചോദിക്കാം. മോഡേൺ മാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്, ഹോമോസാപ്പിയൻസ് ആണ്. ആൻഡ് രണ്ടാമത്തേത് നോക്ക്, മോസ്റ്റ് പ്രിമിറ്റീവ് മെമ്പർ ഓഫ് ഏറ്റവും പ്രിമിറ്റീവ് നമ്പർ ആയിട്ട് വരുന്നത് ആരാണ്, ആർത്തിപെക്സ് റെമിഡസ് ആണ്. ആർഡിപിത്തകസ് റെമിഡസ് ആണ്. പിന്നെയോ നേരെ നിൽക്കാൻ ഇറക്റ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്നതുകൊണ്ടാണ് നമ്മൾ അവനെ ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക, അവരെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ ക്ലിയർ ചെയ്തു. ഇനി നിങ്ങൾ ആൻസർ ചെയ്യേണ്ട കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യേണ്ടത് ഏതാന്ന് വെച്ചാൽ, നമ്മുടെ മനുഷ്യരിൽ സ്റ്റോൺസ് കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് ആരാണ് എന്നുള്ളത് ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിന്റെ. നിങ്ങൾക്ക് എപ്പോഴും ഷുവർ ക്വസ്റ്റ്യൻസുകൾ ഇതേപോലെ ഇനിയും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺഡ് മക്കളെ, ബൈ.